നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. പത്തൊൻപതാം നൂറ്റാണ്ട് തിരുവിതാംകൂർ മഹാരാജ്യം വിപ്ലവാത്മകരമായ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ശതകം. ചിറകറ്റ ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു അതിൽ പ്രധാനം. അസ്വാതന്ത്ര്യത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചുകൊണ്ട് അജയ്യരായി സമസ്ത മേഖലകളിലും പദമൂന്നിയ തീർത്ഥാടക ജനതയുടെ ചരിതം ദൈവകൃപയുടെ നേർസാക്ഷ്യങ്ങളാണ്. അന്ന് തിരുവിതാംകൂർ രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന തിരുപുറം ഗ്രാമത്തിനും ചരിത്രമേറെ ചൊല്ലുവാനുണ്ട്. ഒരു ദൈവാലയം ഒരു ജനതയുടെയും ഒരു നാടിൻ്റെയും പ്രകാശമായി മാറിയ അത്ഭുത ചരിതം. സ്മൃതികിരണങ്ങൾ. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് CSI തിരുപുറം. ചരിത്രം ഒരു ദിശാസൂചിയാണ്. ഗതകാലത്തെ സ്മരിച്ചുകൊണ്ട് വർത്തമാനകാലത്തിലേക്കും ഭാവിയിലേക്കും പ്രയാണം ചെയ്യുന്നതിനുള്ള പ്രേരക ശക്തി. സഞ്ചാര സ്വാതന്ത്ര്യമോ വിദ്യാഭ്യാസ അവകാശമോ പോയിട്ട് മനുഷ്യരായി പോലും കണക്കിടാതിരുന്ന ഒരു വലിയ സമൂഹം തിരുവിതാംകൂറിൽ നരകയാതന അനുഭവിച്ചിരുന്ന അന്ധതമസിൻ്റെ മധ്യത്തിലാണ് സുവിശേഷത്തിൻ്റെ ദിവ്യപ്രകാശവുമായി പാശ്ചാത്യ മിഷണറിമാർ കടൽ കടന്ന് കൊണ്ടെത്തിയത്. പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അന്തിമ ദശകങ്ങളിൽ യൂറോപ്പിലുണ്ടായ ആത്മീക ഉണർവിൻ്റെ ഫലമായി സ്ഥാപിതമായ മിഷണറി സംഘടനകളിലൊന്നാണ് LMS അഥവാ ലണ്ടൻ മിഷണറി സൊസൈറ്റി. കന്യാകുമാരി മുതൽ കൊല്ലം ജില്ലയിലെ കല്ലടയാർ വരെ അന്ന് LMS മിഷന്റെ വയലേലകളായിരുന്നു. 1806 പ്രഥമ LMS മിഷണറി റവറൻഡ് റിംഗൽ ടോബെ തിരുവിതാംകൂറിൽ നടത്തിയ പ്രവർത്തന ഫലമായി ക്രിസ്ത്യാനികളായി തീർന്നവർക്ക് നിരവധി പീഡനങ്ങളും ഊഴിയവേലകളും 56 നിർബന്ധിത നികുതികളും നൽകേണ്ടി വന്നു. ഒരു വർഷത്തെ നികുതി മുൻകൂറായി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ തീക്കനൽ നിറച്ച കുഴൽ ചെവിയിൽ തിരികെ കയറ്റുക തുടങ്ങിയ വിധമുള്ള ക്രൂരതകൾക്ക് വിധേയമാക്കുമായിരുന്നു. ഏകദേശം 3000-ഓളം നാടാർ ക്രിസ്ത്യാനികളെ കൈകാലുകൾ ബന്ധിച്ച് കായലിൽ ഒഴുക്കിക്കളഞ്ഞ ക്രൂരതയും അക്കാലത്തുണ്ടായി. മിസ്രൈമിൻ്റെ അടിമത്വത്തിലെ ഇസ്രായേൽ ജനങ്ങളുടെ നിലവിളി ദൈവസന്നിധിയിലെത്തിയതുപോലെ തിരുവിതാംകൂറിലെ പാവപ്പെട്ട ജനങ്ങളുടെ നിലവിളി ദൈവസന്നിധിയിലെത്തുകയും 1806 സുവിശേഷത്തിൻ്റെ കാഹളനാദം ഇവിടെ ധ്വനിക്കുകയും ചെയ്തു. 1809 തിരുവിതാംകൂറിലെ ആദ്യ പ്രൊട്ടസ്റ്റന്റ് ദേവാലയം ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ മൈലാടിയിൽ സ്ഥാപിതമാകുകയും തുടർന്ന് മറ്റനേകം ഇടങ്ങളിൽ ആലയങ്ങളും കൂട്ടായ്മകളും പള്ളിക്കൂടങ്ങളും ആരംഭിക്കുകയും ചെയ്തു. തലക്കരം, മുലക്കരം, ഊഴിയവേല തുടങ്ങിയ തിന്മകളിൽ നിന്നും ക്രൈസ്തവരെയും അവർണ വിഭാഗങ്ങളെയെല്ലാം മോചിപ്പിച്ചുകൊണ്ടും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, പെൺപള്ളിക്കൂടം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ അവരെ ഉയർത്തിക്കൊണ്ടും LMS നടത്തിയ പ്രവർത്തനം അതുല്യമായിരുന്നു. കഠിന യാതനകളുടെയും പീഡനങ്ങളുടെയും മധ്യത്തിൽ അചഞ്ചലമായി നിലകൊണ്ട നമ്മുടെ പൂർവികരുടെ കണ്ണുനീരിലും നിലവിളിയിലും പ്രാർത്ഥനയിലുമാണ് തിരുപുറം സഭ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സഭ ഈ മണ്ണിൽ പണിയപ്പെട്ടത്. തിരുവിതാംകൂറിലെ രണ്ടാമത്തെ LMS മിഷണറി റവറൻഡ് ചാൾസ് മീഡിൻ്റെ പ്രവർത്തന കാലയളവിൽ തന്നെ തിരുപുറം പ്രദേശത്ത് 1827 സുവിശേഷ പ്രവർത്തനം നടന്നു വന്നിരുന്നു. എങ്കിലും തിരുപുറത്തേക്കുള്ള റവറൻഡ് ജോൺ കോക്സ് മിഷണറിയുടെ വരവോടുകൂടിയാണ് സുവിശേഷത്തിൻ്റെ ദീപശിഖ ഈ മണ്ണിൽ തെളിഞ്ഞു പ്രകാശിപ്പിക്കുവാൻ ആരംഭിച്ചത്. 1838 തിരുപുറത്ത് LMS പള്ളിയും സ്കൂളും സ്ഥാപിച്ചുകൊണ്ട് ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. ഒരേ കെട്ടിടത്തിൽ തന്നെയായിരുന്നു പള്ളിയും പള്ളിക്കൂടവും പ്രവർത്തനം ആരംഭിച്ചത്.
ഇംഗ്ലണ്ടിലെ ഗ്ലോക്കസ്റ്റർ ഷെയറിലുള്ള ഒരു സാധാരണ കുടുംബത്തിൽ 1811 റവറൻഡ് ജോൺ കോക്സിന്റെ ജനനം. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പ്രശസ്തമായ ഹൈബറി കോളേജിൽ ഉപരിപഠനത്തിന് ചേരുകയും പഠനത്തോടൊപ്പം തുകൽ വ്യവസായത്തിൽ തന്റെ പിതാവിനെ സഹായിക്കുകയും ചെയ്തിരുന്ന കാലത്താണ് ഭാരതം തുടങ്ങിയ കിഴക്കൻ രാജ്യങ്ങളിൽ നടന്നിരുന്ന മിഷണറി പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ആകൃഷ്ടനായത്. പഠനം പൂർത്തിയാക്കി ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ മിഷണറിയായി മാറിയ അദ്ദേഹം 26-ാം വയസ്സിൽ പട്ടത്വം സ്വീകരിച്ച് സഹധർമ്മിണി സാറ ഡൗണിംഗ് ജെഫിനോടൊപ്പം തിരുവിതാംകൂറിലേക്ക് കടന്നുവന്നു. 1838 ഏപ്രിൽ മാസം കണ്ണമ്മൂലയ്ക്ക് സമീപമുള്ള പേട്ടയിലെ ഒരു വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് തിരുവനന്തപുരം LMS മിഷന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. ഒരു ദ്വിഭാഷിയുടെ സഹായത്തോടെ സമീപ പ്രദേശങ്ങളിൽ സുവിശേഷം അറിയിച്ചു തുടങ്ങുകയും ആദ്യ മാസങ്ങളിൽ തന്നെ 115 കുട്ടികളുള്ള 4 സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. നെയ്യാറിൻ്റെ ഇരുകരകളിലുമുള്ള തിരുപുറം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അന്ന് തിരുവനന്തപുരം LMS മിഷന്റെ പ്രവർത്തന പരിധിയിൽ വരുന്നതായിരുന്നു. കോക്സ് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തിരുവനന്തപുരം നഗരപ്രദേശത്തെ ക്രൈസ്തവരുടെ സംഖ്യ കേവലം 40 എന്നാൽ അദ്ദേഹം മിഷനിൽ നിന്ന് പിരിയുമ്പോൾ അത് 1840 മാറിക്കഴിഞ്ഞിരുന്നു. തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടായത് കോക്സിന്റെ കാലത്താണ്. 1840 7500-ലധികം വിദ്യാർത്ഥികളാണ് അദ്ദേഹം സ്ഥാപിച്ച സ്കൂളുകളിൽ ഉണ്ടായിരുന്നത്. അതിൽ 1500-ലധികവും പെൺകുട്ടികളായിരുന്നു. വനിതകളുടെയും പെൺകുട്ടികളുടെയും ഉന്നമനത്തിനായി കോക്സിന്റെ സഹധർമ്മിണി ശ്രീമതി സാറ നിർവഹിച്ച സേവനങ്ങൾ അനവധിയായിരുന്നു. 1857 നവംബർ 15 അന്തരിച്ച സാറ ഡൗണിംഗ് ജെഫിന്റെ ഭൗതിക ശരീരം കണ്ണമ്മൂല സെമിനാരിയിലെ കല്ലറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. 1860 കോളറ ബാധയുടെയും ക്ഷാമത്തിന്റെയും മധ്യത്തിൽ വിലപിച്ചവരെ കരുതുവാൻ ധനം സ്വരൂപിച്ച് കോക്സ് നിറവേറ്റിയ സേവനങ്ങൾ തിരുവിതാംകൂർ ഭരണാധികാരികൾ പോലും അഭിനന്ദിച്ചിരുന്നു. സാധുജനങ്ങളുടെ അവകാശങ്ങൾക്കായി അധികാരികൾക്ക് നിരന്തരം കത്തുകൾ അയക്കുക അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന രീതിയായിരുന്നു. നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളം പ്രദേശത്താകമാനം കുതിരപ്പുറത്തും കാൽനടയായും സഞ്ചരിച്ചുകൊണ്ട് അതിശക്തമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. തിരുപുറത്ത് സഭയും പള്ളിക്കൂടവും സ്ഥാപിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ആധ്യാത്മികമായും സാംസ്കാരികമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും വളർത്തിയതിന് റവറൻഡ് ജോൺ കോക്സിനോട് നാം കടപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരത്തു നിന്നും തിരുപുറത്തേക്കുള്ള യാത്ര തന്നെ വളരെ ക്ലേശം നിറഞ്ഞതായിരുന്ന അക്കാലത്ത് ഇന്നാട്ടിലെ ജനങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിച്ചതിന്റെ ഫലമാണ് കോക്സ് മെമ്മോറിയൽ CSI തിരുപുറം ദേവാലയം. 1895 മാർച്ചിൽ തന്റെ 84-ാമത്തെ വയസ്സിൽ റവറൻഡ് ജോൺ കോക്സ് നിത്യസ്വസ്ഥതയിൽ പ്രവേശിച്ചു. നെയ്യൂർ LMS കോമ്പൗണ്ടിലെ ഞാൻ നല്ലപോർ പൊരുതി എന്ന് ആലേഖനം ചെയ്തിരിക്കുന്ന കല്ലറയിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്നു. 1840 കാലയളവിൽ റവറൻഡ് ജോൺ കോക്സിന്റെ തിരുപുറം പ്രദേശത്തിലെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായ നാടാർ സമുദായാംഗമായ അന്തോണി എന്ന വ്യക്തി തിരുപുറം LMS സഭയിൽ ചേരുകയും അരുളാനന്ദം എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കോക്സ് അദ്ദേഹത്തെ തിരുപുറം പള്ളിക്കൂടത്തെ അധ്യാപകനായും തുടർന്ന് ഉപദേശിയായും നിയമിച്ചു. ഇദ്ദേഹമാണ് പ്രശസ്ത ഭക്തകവി മോശവത്സലം ശാസ്ത്രിയാരുടെ പിതാവ്. ഊഴിയവേല ചെയ്യാൻ വിസമ്മതിച്ച ഒരു ക്രൈസ്തവ യുവാവിനെ സവർണർ അടിച്ചുകൊന്ന കലുഷിതമായ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം തന്റെ സുവിശേഷ പ്രവർത്തനം സധൈര്യം ആരംഭിച്ചത്. അദ്ദേഹം നെയ്യാറ്റിൻകര LMS സഭയുടെ ശുശ്രൂഷകനായിരുന്ന കാലത്ത് ഊഴിയവേലയ്ക്കെതിരെ ശബ്ദമുയർത്തിയതിനാൽ തന്റെ മീശയും താടി രോമങ്ങളും സവർണർ പിഴുതെടുക്കുകയും നെയ്യാറ്റിൻകര ജയിലിൽ അദ്ദേഹത്തെ അടയ്ക്കുകയും ചെയ്തു. ഇക്കാര്യമറിഞ്ഞെത്തിയ റവറൻഡ് ജോൺ കോക്സ് കോടതിയിൽ നേരിട്ട് ഹാജരാവുകയും അനുകൂല ഉത്തരവ് നേടി അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി ഞായറാഴ്ചകളിലെ ഊഴിയവേലകളിൽ നിന്ന് ക്രിസ്ത്യാനികൾ മോചിതരാവുകയും ചെയ്തു. ഈ സ്വാതന്ത്ര്യത്തിന്റെ ശില്പി അരുളാനന്ദം സുവിശേഷകരായിരുന്നു. അരുളാനന്ദം സുവിശേഷകരുടെ പുത്രനായി 1847 തിരുപുറത്താണ് ബഹുമുഖ പ്രതിഭയായ ഭക്തകവി മോശവത്സലം ശാസ്ത്രിയാർ ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും നാഗർകോവിൽ LMS സെമിനാരിയിലെ പഠനത്തിനും ശേഷം അധ്യാപകനായി പ്രവർത്തിക്കുകയും തുടർന്ന് തന്റെ ബഹുഭാഷാ പാണ്ഡിത്യവും സംഗീത വൈഭവവും ചിത്രകലാശേഷിയും സമന്വയിപ്പിച്ച്
സുവിശേഷ പ്രവർത്തനം മേന്മയായി നിറവേറ്റാൻ ആരംഭിച്ചു. ഇരുവശത്തും തിരുവചനങ്ങൾ ആലേഖനം ചെയ്ത സുവിശേഷ വണ്ടി തിരുവിതാംകൂറുകാർക്കും അന്യദേശക്കാർക്കും സുപരിചിതമായിരുന്നു. കേരളത്തിലെ പ്രൊട്ടസ്റ്റന്റ് ക്രൈസ്തവർ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഗാനങ്ങളിൽ ഭൂരിഭാഗവും ശാസ്ത്രിയാരുടേതാണ്. തിരുപുറം ദേശത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ അതുല്യ പ്രതിഭയായിരുന്നു അദ്ദേഹം. 1916 ഫെബ്രുവരി 20 കർത്തൃസന്നിധിയിൽ അദ്ദേഹം പ്രവേശിച്ചു. അദ്ദേഹം തിരുവനന്തപുരം MMCSI കത്തീഡ്രൽ സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. തിരുപുറം സഭ വളർച്ചയുടെ പന്ഥാവിലായിരുന്നു. എന്നാൽ അത് നിശേഷം അവസാനിപ്പിക്കാനുള്ള ചെയ്തികളും സുവിശേഷ വിരോധികളായ സവർണരിൽ നിന്ന് അക്കാലത്തുണ്ടായിട്ടുണ്ട്. നിരവധി തവണ ദേവാലയം ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഭൗതികമായ ആക്രമണങ്ങൾക്ക് ഒരിക്കലും തിരുപുറത്തെ ക്രിസ്തുശിഷ്യരുടെ വിശ്വാസത്തെ തളർത്താനായിട്ടില്ല. ക്രിസ്തുവിശ്വാസം ഇടനെഞ്ചോട് ചേർത്ത ഒരു കൂട്ടം വിശ്വാസികളാണ് അന്നും ഇന്നും ഈ സഭയുടെ അടിസ്ഥാനം. നേതൃത്വ പാഠവുമുള്ള തദ്ദേശീയരിലേക്ക് സഭാ ചുമതലകൾ നൽകുന്നതിൻ്റെ ഭാഗമായി 1850കളിൽ തന്നെ മിഷണറിമാർ കഴിവുള്ള വ്യക്തികളെ കണ്ടെത്തി പട്ടക്കാരും ശുശ്രൂഷകരുമായി നിയോഗിച്ചിരുന്നു. 1900 ആയപ്പോഴേക്കും സഭാ ശുശ്രൂഷകരെ ദൈനംദിന ശുശ്രൂഷയിൽ സഹായിക്കുന്നതിനായി ഡീക്കന്മാരെയും മിഷണറിമാർ തിരഞ്ഞെടുത്തു. അപ്രകാരം ശുശ്രൂഷകന്റെയും സഭാ കമ്മിറ്റിയുടെയും പ്രയത്നത്താൽ തിരുപുറ സഭയും ഒരു പുതിയ തലത്തിലേക്ക് വളരുകയായിരുന്നു. 1900 ആദ്യ ദശകങ്ങളിൽ തന്നെ മനോഹരമായ ഓടിട്ട ദേവാലയം തിരുപുറത്ത് നിർമ്മിക്കപ്പെട്ടിരുന്നു എന്ന് പൂർവികർ സാക്ഷ്യപ്പെടുത്തുന്നു. ചിട്ടയായ ക്രമീകൃതമായ രീതിയിൽ ആരാധനകൾ നടന്നു വന്നിരുന്നു എന്നതിൻ്റെ തെളിവാണ് 1904 പ്രതിഷ്ഠിച്ച ആലയമണി. ഈ ദേശത്തിൽ ആലയത്തിൻ്റെ സ്പന്ദനമായി ഈ മണിനാദം അലയടിച്ചിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭത്തിൽ സഭയുടെ ശുശ്രൂഷകനായിരുന്നത് പാഞ്ചിക്കാല സ്വദേശിയായ ശ്രീ D. അലക്സാണ്ടർ അവർകളായിരുന്നു. മിഷന്റെ ചുമതല വഹിച്ചിരുന്ന റവറൻഡ് ആർതർ പാർക്കർ അന്ന് അദ്ദേഹത്തെ തിരുപുറം സഭയുടെ ശുശ്രൂഷകനായി നിയോഗിച്ചു. യൗവനക്കാരനായിരുന്ന ഇദ്ദേഹത്തിന്റെ സേവനകാലം സഭയ്ക്ക് ഒരു നവചൈതന്യത്തിന്റെ നാളുകളായി കണക്കാക്കപ്പെടുന്നു. 1918 കാലയളവിൽ സഭാ ശുശ്രൂഷകനായിരുന്നത് റവറൻഡ് M. ഇസഹാക്ക് അവർകളായിരുന്നു. അദ്ദേഹത്തിന്റെ സേവനകാലത്തിൽ സൺഡേ സ്കൂൾ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നവർക്ക് സമ്മാനം നൽകിയിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 1918 മുൻപ് തന്നെ ചിട്ടയായ സൺഡേ സ്കൂൾ പഠനം നമ്മുടെ ആലയത്തിലുണ്ടായിരുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തം കൂടിയാണ് ഇത്. 1918 തന്നെ 50ഓളം പെൺകുട്ടികളെ തയ്യൽ പരിശീലിപ്പിക്കുന്നതിന് സഭാ കമ്മിറ്റി റവറൻഡ് ആർതർ പാർക്കർ അവർകളോട് ആവശ്യപ്പെടുകയും തൽഫലമായി വിപുലമായ രീതിയിൽ തയ്യൽ പഠനം ആരംഭിക്കുകയും ചെയ്തു. ജാതി മത ഭേദമന്യേ ഇവിടെ പഠിച്ച് സർക്കാർ സ്കൂളുകളിൽ തയ്യൽ അധ്യാപകരായി ജോലി ലഭിച്ചവർ നിരവധിയാണ്. ഒരു നൂറ്റാണ്ടിന് മുൻപ് തന്നെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ പ്രതിബദ്ധതയിലും അടിയുറച്ച് തിരുപുറം സഭാ നേതൃത്വം പ്രവർത്തിച്ചിരുന്നു എന്നതിൻ്റെ മകുടോദാഹരണമാണിത്. നാഷണൽ മിഷണറി സൊസൈറ്റിക്ക് ക്രമമായി പിടിയരി കാണിക്ക നൽകിയിരുന്നത് പോലുള്ള പ്രവർത്തനങ്ങളിലൂടെ പ്രേക്ഷിത ദൗത്യത്തിന്റെ മേഖലയിലും സഭ അന്ന് സജീവമായിരുന്നു. 1900 പ്രാരംഭകാലം മുതൽ തന്നെ പ്രശസ്തരായ പ്രഭാഷകരുടെ നേതൃത്വത്തിലുള്ള ആത്മീക ഉണർവ് യോഗങ്ങൾ ക്രമീകരിച്ചിരുന്നു. ഇത് സഭയുടെ ആത്മീക വളർച്ചയ്ക്ക് അടിത്തറവാകുകയും ചെയ്തു. സഭയുടെ പ്രവർത്തനം വിപുലമായതോടെ ശുശ്രൂഷകർക്ക് താമസിക്കുവാൻ ഭവനം ആവശ്യമായി വന്നു. 1920 ഒരു മിഷൻ വീട് നിർമ്മിക്കുവാൻ സഭയ്ക്ക് കഴിഞ്ഞു. അതോടുകൂടെ സഭാ ശുശ്രൂഷകരുടെ പൂർണ്ണസമയ സേവനം സഭയ്ക്ക് ലഭ്യമാകുവാൻ തുടങ്ങി. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്രതിരുനാളിന്റെ പട്ടാഭിഷേകത്തോടനുബന്ധിച്ച് 1931 തുലാം 20 തിരുവിതാംകൂർ ചർച്ച് കൗൺസിലിന്റെ തീരുമാനപ്രകാരം
സഭാ ആരാധന രാവിലെ 7 മണി മുതൽ 8 മണി വരെ ക്രമീകരിച്ച ശേഷം സ്കൂൾ കുട്ടികളും വാദ്യാന്മാരും ഘോഷയാത്ര നടത്തിയതായി സഭാരേഖകൾ സൂചിപ്പിക്കുന്നു. സഭയുടെ ദേശീയ പ്രതിബദ്ധതയുടെ തെളിവാണ് ഈ സംഭവം. 1947 CSI സഭ രൂപീകൃതമായതോടെ LMS സഭ CSI സഭയായി മാറി. 1956 റവറൻഡ് M. ജോസഫ് അച്ഛൻ ശുശ്രൂഷകനായിരുന്ന കാലത്താണ് ദേവാലയ ഗോപുരപ്പണി ആരംഭിച്ചത്. അഭിവന്യ മോസ്റ്റ് റവറൻഡ് A.H. ലെഗ് തിരുമേനി തറക്കല്ലിടുകയും 1959 അദ്ദേഹം തന്നെ ഈസ്റ്റ് ഓഫ് മെമ്മോറിയൽ ടവർ എന്ന് നാമകരണം ചെയ്യപ്പെട്ട പ്രസ്തുത ഗോപുരം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. മാത്രമല്ല, ദേവാലയ ഗോപുരത്തിലെ തൂക്കുപണിയും അന്നേ ദിവസം മുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. റിട്ടയർഡ് ചെക്കിംഗ് ഇൻസ്പെക്ടറായ പനക്കാവിളയിലെ ശ്രീ ജോൺ കുട്ടിയാണ് ഈ മണി നേർച്ചയായി നൽകിയത്. 1904 മുതൽ ഉപയോഗിച്ചു വന്നിരുന്ന പഴയ ആലയമണി മരണഭവനങ്ങളിൽ ഉപയോഗിക്കാൻ ആരംഭിക്കുകയും ഇപ്പോഴും അത് തുടരുകയും ചെയ്യുന്നു. 1960 മുതൽ തന്നെ ക്രിസ്തീയ പരിശ്രമ സംഘം എന്ന പേരിൽ യുവജന സഖ്യം നമ്മുടെ ആലയത്തിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. സഭയുടെ പ്രാരംഭകാലത്ത് സഭയും സ്കൂളും ഒരേ കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. എന്നാലത് പ്രത്യേകമായ സാഹചര്യത്തിൽ മികച്ച ഒരു സ്കൂൾ കെട്ടിടം പണികഴിക്കപ്പെട്ടിരുന്നതായി മുതിർന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു. സഭാജനങ്ങളിൽ, പ്രത്യേകിച്ച് യുവജനങ്ങളിൽ അറിവിന്റെ വെളിച്ചം പകരുവാൻ 1965 മോശവത്സലം ശാസ്ത്രിയാർ മെമ്മോറിയൽ ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിച്ചു. മാത്രമല്ല, സാധുജന പരിപാലനത്തിന്റെ ദുരിതാശ്വാസ നിധി എന്ന പേരിൽ നടത്തി വന്നിരുന്ന വിവിധ പദ്ധതികൾ പൂവർ ഫണ്ട് എന്ന പേരിൽ ഒരു സംഘടനയാക്കി വിപുലമായി ഈ നാളുകളിൽ പ്രവർത്തനം നടത്തിവരുന്നു. സഭയുടെ ആരംഭകാലം മുതൽ തന്നെ ആത്മീക ഉണർവ് ഗാനങ്ങൾ സഭാവിശ്വാസികൾ ആരാധന മധ്യേ ഒരുമിച്ച് പാടുകയായിരുന്നു പതിവ്. എന്നാൽ 1969 മുതൽ ചിട്ടയായി പ്രവർത്തിക്കുന്ന ഒരു ഗായക സംഘം രൂപീകൃതമായി. റവറൻ V. റസൽ അച്ഛന്റെ ശുശ്രൂഷ കാലത്തിലാണ് ദേവാലയ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിലേക്കായി വിങ്ങുകളുടെ നിർമ്മാണം ആരംഭിച്ചത്. വില്യം പോൾ വാചാലൻ തിരുമേനിയാണ് പ്രസ്തുത പണിയുടെ തറക്കല്ലിടൽ ശുശ്രൂഷ നിർവഹിച്ചത്. ഇടുക്കി ആർച്ച് ഡാം ഡിസൈൻ ചെയ്ത MM ചർച്ച് സഭാംഗമായ എഞ്ചിനീയർ A.T. ഡാർവിനാണ് സഭയുടെ പ്രധാന ഭാഗവും അൾത്താരയും വിങ്ങുകളും ഡിസൈൻ ചെയ്തത്. എഞ്ചിനീയർ അലക്സാണ്ടറാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചത്. ഈ പണികൾ ആരംഭിച്ചുവെങ്കിലും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി കാരണം പണി പൂർത്തിയാക്കുവാൻ കഴിയാത്ത സ്ഥിതിവിശേഷം സംജാതമായി. റവറൻ മോസസ് ഇസ്രായേൽ അച്ഛനാണ് വളരെയധികം ത്യാഗം സഹിച്ച് ഈ പണികൾക്ക് നേതൃത്വം നൽകിയത്. പണികൾ പൂർത്തിയാക്കുവാൻ കഴിയാത്ത പ്രതിസന്ധിയിൽ സഭാ കമ്മിറ്റിയുടെ അശ്രാന്ത പരിശ്രമവും പ്രാർത്ഥനയിലൂന്നിയ കഠിന അധ്വാനവും സഭാംഗങ്ങളുടെ അകമഴിഞ്ഞ സാമ്പത്തിക കൈത്താങ്ങും ശ്രമദാനവുമാണ് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള വിങ്ങുകളോടുകൂടിയ നവീകരിക്കപ്പെട്ട ദേവാലയ പണി പൂർത്തിയാക്കുവാൻ കാരണം. റവറൻ R. സ്വാമിദാസ് അച്ഛൻ സഭാശുശ്രൂഷകനും ശ്രീ N. ഗിൽബർട്ട് സഭാ സെക്രട്ടറിയുമായിരുന്ന കാലഘട്ടത്തിലാണ് റവറൻഡ് ജോൺ കോക്സ് മിഷണറിയുടെ സ്മരണാർത്ഥം 2/5/1976 മോസ്റ്റ് റവറൻഡ് ഡോക്ടർ I. യേശുദാസൻ തിരുമേനി നവീകരിക്കപ്പെട്ട ദേവാലയത്തിന്റെയും വിങ്ങുകളുടെയും പ്രതിഷ്ഠാ ശുശ്രൂഷ നിർവഹിച്ചത്. LMS മിഷണറിയായിരുന്ന റവറൻഡ് ജോൺ കോക്സ് മിഷണറിയാൽ സ്ഥാപിക്കപ്പെട്ട സഭയാണ് തിരുപുറം LMS സഭ. 1838 നമ്മുടെ സഭ സ്ഥാപിക്കപ്പെട്ടത്. തിരുവനന്തപുരം മിഷന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യ പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ പ്രധാനപ്പെട്ട സഭയാണ് തിരുപുറം സഭ. 1947 CSI രൂപീകൃതമായതോടുകൂടെ നമ്മുടെ സഭ തിരുപുറം CSI സഭ എന്ന് അറിയപ്പെടുന്നു. 1976 നമ്മുടെ സഭ പുനഃപ്രതിഷ്ഠ ചെയ്യുകയുണ്ടായി. ആ സമയത്ത് തിരുപുറം കോക്സ് മെമ്മോറിയൽ CSI സഭ എന്ന പേരിൽ നാമകരണം ചെയ്തു. സഭയുടെ ഭൗതിക വളർച്ചയോടൊപ്പം തന്നെ LMS തിരുപുറം സ്കൂളിന്റെയും വളർച്ചയിൽ കാലാകാലങ്ങളിലെ സഭാ കമ്മിറ്റികൾ ശ്രദ്ധിച്ചിരുന്നു. 1972 മുതൽ സ്ത്രീജന സഖ്യം വളരെ ചലനാത്മകമായി പ്രവർത്തിച്ചു വരുന്നു. മാത്രമല്ല, അക്കാലം മുതൽ തന്നെ വനിതകളും സഭാ കമ്മിറ്റി അംഗങ്ങളായി പ്രവർത്തിച്ചു വരുന്നു. തിരുപുറത്തിന്റെ യശസ് തന്റെ സർഗവൈഭവത്തിൽ കൂടെ ഉയർത്തിയ
ഭക്തകവി മോശവത്സലം ശാസ്ത്രിയാരുടെ സ്മരണാർത്ഥം മാതൃ ഇടവകയിൽ നിർമ്മിച്ച കൾച്ചറൽ സെന്ററിന്റെ തറക്കല്ലിടൽ ശുശ്രൂഷ 1986 മോസ്റ്റ് റവറൻ ഡോക്ടർ ഐ യേശുദാസൻ തിരുമേനിയും പ്രതിഷ്ഠാ ശുശ്രൂഷ 1994 റൈറ്റ് റവറൻ ഡോക്ടർ സാമുവൽ അമൃതം തിരുമേനിയും നിർവഹിച്ചു. തൻ്റെ കാലത്ത് നിലനിന്നിരുന്ന അനീതികൾ, ഉച്ചനീചത്വങ്ങൾ, വിവേചനങ്ങൾ, അനാചാരങ്ങൾ എന്നിവയ്ക്കെതിരായി ശക്തമായ ബോധവൽക്കരണ ഒരു പരിപാടി ഈ തൻ്റെ പ്രവൃത്തികളിലൂടെ താൻ നിറവേറ്റി എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. അതുപോലെ തന്നെ മദ്യപാനം സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് അദ്ദേഹം ചിത്രീകരിച്ചിരുന്നു. അതിൻ്റെ കെടുതികളിൽ നിന്ന് വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും വിമോചിപ്പിക്കുന്നതിന് യേശുക്രിസ്തുവിൻ്റെ ചൈതന്യത്തിന് സാധിക്കും എന്ന് അദ്ദേഹം വിശ്വസിക്കുകയും അത് തൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പ്രതിഫലിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. സമൂഹത്തിൻ്റെ ധാർമ്മികമായ നിലവാരം ഉയർത്തപ്പെടുക എന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വലിയ ലക്ഷ്യമായിരുന്നു. മോശവത്സല ശാസ്ത്രികൾ വാസ്തവത്തിൽ ഒരു ക്രിസ്തുഭക്തനായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഭക്തി ചൈതന്യത്തിലൂടെ സമൂഹത്തിന് വളരെയേറെ സംഭാവനകൾ അദ്ദേഹം കാഴ്ചവെച്ചു എന്നത് ഒരു പരമാർത്ഥം മാത്രമാണ്. 185 വർഷങ്ങൾ തികയുന്ന ഈ സമയം നമുക്ക് അഭിമാന പുരസ്കാരം ഓർക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സഭാംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവും ഗാനരചയിതാവുമായ മോശവത്സലം ശാസ്ത്രിയാരുടെ മാതൃസഭ എന്ന തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിലനിൽക്കുന്ന ക്രിസ്തീയ സമൂഹം വളരെ അഭിമാനത്തോടെ നിലനിൽക്കുകയും ഗതകാല അനുഭവങ്ങളെ വിലയിരുത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. വളരെ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ച് ഭക്തിനിർഭരമായ ഗാനങ്ങൾ ആലപിച്ച് ക്രിസ്തുഭക്തി ദേശത്ത് പ്രചരിപ്പിക്കുന്നതിന് പരിശ്രമിച്ച മോശവത്സലം ശാസ്ത്രിയാർ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പിതാവ് ആന്റണി അവറുകളോട് ചേർന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനങ്ങളാണ് സാമൂഹ്യ രംഗത്ത് നിർവഹിക്കുന്നതിനിടയായിത്തീർന്നത്. റവറൻ DK രാജയ്യ അച്ഛൻ ശുശ്രൂഷ നിർവഹിച്ച അക്കാലത്ത് തന്നെ പുതിയ മിഷൻ വീടിനുള്ള തറക്കല്ലിടുകയും 1988 റവറൻ KG വർഗീസ് അച്ഛൻ ശുശ്രൂഷകനായിരുന്ന കാലഘട്ടത്തിൽ മോസ്റ്റ് റവറൻ ഡോക്ടർ ഐ യേശുദാസൻ തിരുമേനിയാൽ അത് പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു. സഭയുടെ 150-ാം വാർഷികാഘോഷങ്ങൾ 1988 സാമോദം ആഘോഷിക്കുകയുണ്ടായി. അന്നത്തെ കേരള ഗവർണർ രാം ദുലാരി സിൻഹയായിരുന്നു മുഖ്യ അതിഥി. ശ്രീ A. ചാൾസ് MP ഉൾപ്പെടെ അനേകം വിശിഷ്ട വ്യക്തികളും അതിൽ പങ്കെടുത്തു. സഭാചരിത്രത്തിലെ അതിവേഗ വളർച്ചയുടെ നാൾവഴികൾ. റവറൻ D. വിൽസൺ അച്ഛൻ ശുശ്രൂഷകനായിരുന്ന 1996 സഭയായി ഒരു നഴ്സറി സ്കൂൾ ആരംഭിക്കാൻ സാധിച്ചത്. റൈറ്റ് റവറൻ സാമുവൽ അമൃതം തിരുമേനിയാണ് ഈ നഴ്സറി സ്കൂൾ പ്രതിഷ്ഠിച്ചത്. അതേ വർഷം ശ്രീ N. സ്റ്റീഫൻ ശാലേം നേർച്ചയായി നൽകിയ 1,00,000 രൂപ വിനിയോഗിച്ച് സഭയുടെ ഉൾവശം മൊസൈക്ക് ചെയ്ത് മനോഹരമാക്കുകയുണ്ടായി. 1999 തിരുപുറം ഡിസ്ട്രിക്റ്റ് രൂപീകൃതമാവുകയും തിരുപുറം സഭ ഡിസ്ട്രിക്റ്റ് സഭയായി ഉയർത്തപ്പെടുകയും ചെയ്തു. നെയ്യാറ്റിൻകര താലൂക്കിൽ തിരുപുറം ദേശത്ത് വളരെ തല ഉയർത്തി നിൽക്കുന്ന ഒരു ഇടവകയാണ് കോക്സ് മെമ്മോറിയൽ CSI തിരുസഭ എന്ന് അറിയപ്പെടുന്ന ഈ ഇടവക. ഇത് ഇന്ന് ഈ പ്രദേശത്തുള്ള മറ്റ് തിരുസഭകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ഡിസ്ട്രിക്ട് സെന്ററായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. ക്രിസ്തു സന്ദേശം അതിൽ മൂല്യച്യുതി കൂടാതെ തന്നെ സുവിശേഷ പ്രവർത്തനങ്ങളോട് ചേർന്ന് വളരെ കാര്യക്ഷമമായി നടത്തുന്ന ഒരു ജനസമൂഹത്തിൻ്റെ ഭാഗമാണ് ഇവിടെ നിലകൊള്ളുന്ന വിശ്വാസികൾ.
ഈ സഭയിലൂടെ നമ്മുടെ ദേശത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ ഭാരത രാജ്യത്തിന് തന്നെ വളരെ വിലപ്പെട്ട സംഭാവനകൾ നൽകുവാൻ ദൈവം സഹായിക്കുന്നു. അതിന് നമുക്ക് വേണ്ട ദർശനം നൽകിയത് ഈ സഭയുടെ സ്ഥാപകനായ ജോൺ കോക്സ് മിഷണറിയാണ്. അദ്ദേഹം ഒരു പട്ടക്കാരൻ എന്ന നിലയിൽ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ ഈ ദേശത്ത് വിദ്യാഭ്യാസം ചെയ്യുന്നതിന് ആളുകളെ പ്രോത്സാഹിപ്പിച്ചു. സാമൂഹിക രംഗത്തുണ്ടായിരുന്ന നീചത്വങ്ങളെ തച്ചുടച്ച് എല്ലാവർക്കും സമത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. ആ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ മോശവത്സലം ശാസ്ത്രിയാർ സാമൂഹിക ദർശനങ്ങൾ ഉൾക്കൊണ്ട് ക്രിസ്തീയ സന്ദേശവുമായി സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിനും ഭക്തിനിർഭരമായ ഗാനങ്ങൾ രചിക്കുന്നതിനും ഇടയായിത്തീർന്നു. സഭയുടെ പ്രവേശന കവാടത്ത് കെ.ഇ. സ്റ്റാൻലി രാജിൻ്റെ ഓർമ്മയ്ക്കായി ഭാര്യ ശ്രീമതി ലീല സ്പോൺസർ ചെയ്ത ആർച്ച് 2002 പ്രതിഷ്ഠിച്ചു. 2004 മെൻസ് ഫെലോഷിപ്പ്, സുവിശേഷ സമിതി എന്നീ സംഘടനകൾ രൂപീകരിച്ചത്. ഇന്ന് ഇവ വളരെ ശക്തമായി പ്രവർത്തിച്ചു വരുന്നു. ദേവാലയ ഗോപുരത്തിൻ്റെ മുൻഭാഗത്ത് പണിത പൂമുഖത്തിൻ്റെ പ്രതിഷ്ഠ റവറൻ ടി.എസ്. ജയകുമാർ അച്ഛൻ ശുശ്രൂഷകനായിരുന്ന 2005 മോസ്റ്റ് റവറൻ ഡോക്ടർ ജെ.ഡബ്ല്യു. ഗ്ലാഡ്സ്റ്റൺ തിരുമേനി നിർവഹിക്കുകയും ചെയ്തു. 2009 171 സഭാദിനത്തോടനുബന്ധിച്ചാണ് പുതിയ വെസ്ട്രിയുടെയും ഓഫീസ് കെട്ടിടത്തിൻ്റെയും പ്രതിഷ്ഠ നിർവഹിച്ചത്. ഇതേ വർഷം തന്നെ നല്ലതമ്പി പ്രസംഗിയാരുടെ പാവന സ്മരണയ്ക്കായി കൂവൻവിളയിൽ വിൻസ്റ്റണും കുടുംബവും പള്ളിമുറ്റം തറയോട് പാകി മനോഹരമാക്കി. രണ്ടാമത്തെ മിഷൻ വീടിന്റെ പ്രതിഷ്ഠ 2010 അഭിവന്ദ്യ മോസ്റ്റ് റവറൻ ഡോക്ടർ ജെ.ഡബ്ല്യു. ഗ്ലാഡ്സ്റ്റൺ തിരുമേനി നിർവഹിച്ചു. അതേ വർഷം സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ സഭാശബ്ദം പ്രസിദ്ധീകരണം ആരംഭിക്കുകയും ചെയ്തു. സഭയുടെ ഉപയോഗത്തിനായി പുതുതായി പണിത കോൺഫറൻസ് ഹാളിൻ്റെയും സഭാ പൂന്തോട്ടത്തിൻ്റെയും പ്രതിഷ്ഠ 2012 നിർവഹിച്ചത് റൈറ്റ് റവറൻ ഡോക്ടർ തോമസ് മാർ അന്തോണിയോസ് തിരുമേനിയായിരുന്നു. മിഷണറിമാരുടെ പ്രവർത്തനത്താൽ രൂപീകൃതമായ തിരുപുറം സഭ മിഷണറി പ്രവർത്തനങ്ങളിൽ എക്കാലത്തും മുൻപന്തിയിലായിരുന്നു. തിരുപുറം സഭയുടെ അതിർത്തി പ്രദേശങ്ങളിൽ സഭയായി നിരവധി ഹിന്ദു സൺഡേ സ്കൂളുകൾ കാലാകാലങ്ങളിൽ നടത്തിവന്നിരുന്നു. കാലക്രമേണ അവയെല്ലാം സഭയായി മാറി. കടവട്ടാരം, ചില്ലുംവിള, കഞ്ചാമ്പഴിഞ്ഞി, പ്ലാന്തോട്ടം, നെടിയവിള, മാങ്കുളം, തച്ചക്കോട് എന്നീ സ്ഥലങ്ങളിൽ വന്ന ഹിന്ദു സൺഡേ സ്കൂളുകളാണ് യഥാക്രമം ഓലത്താന്നി, കാഞ്ഞിരന്തോട്ടം, കാഞ്ചീപുരം, കഞ്ചാമ്പഴിഞ്ഞി, വേദമുത്തു മെമ്മോറിയൽ പ്ലാന്തോട്ടം, നെടിയവിള, മാങ്കുളം, കോട്ടയ്ക്കകം എന്നീ CSI സഭകളായി മാറിയത്. തിരുപുറം സഭയുടെ പ്രാദേശിക പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ഫലങ്ങളാണ് ഈ സഭകൾ. പ്രാദേശികമായി മാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളിൽ നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുവരുന്നു. 2013 ഒറീസയിലെ ന്യൂറാക്കോട്ടയിലും 2017 രാജസ്ഥാനിലെ പാട്ടിയിലും 2021 മധ്യപ്രദേശിലെ ചപ്പാറയിലും തിരുപുറം സഭയായി പുതിയ ദേവാലയങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, ഇന്നാളിലെ സഭാ കമ്മിറ്റിയും സഭാ അംഗങ്ങളുമായ വ്യക്തികളും നിരവധി മിഷണറിമാരെ സന്ധിക്കുകയും ചെയ്യുന്നു. 2017 ആരംഭിച്ച സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ്, യങ് ഫാമിലി ഫെലോഷിപ്പ് എന്നിവ ഇന്ന് വളരെ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. 2021 ദേവാലയ അങ്കണത്തിൽ നിർമ്മിച്ച വനിതാ മന്ദിരത്തിന്റെ പ്രതിഷ്ഠ മോസ്റ്റ് റവറൻ എ. ധർമ്മരാജ് റസാലം തിരുമേനി നിർവഹിച്ചു. അതേ വർഷം തന്നെ നവീകരിച്ച അൾത്താരയുടെയും സഭയുടെ ഉൾവശം ഗ്രാനൈറ്റ് പതിപ്പിച്ചതിൻ്റെയും പ്രതിഷ്ഠ റൈറ്റ് റവറൻ ഡോക്ടർ K.G. ഡാനിയൽ തിരുമേനിയും നിർവഹിച്ചു. ാമത് കോക്സ് മെമ്മോറിയൽ CSI സഭയുടെ സഭാവാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ സഭയുടെ മുൻകാല ചരിത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡോക്യുമെൻ്ററി പ്രസിദ്ധീകരിക്കുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. സഭ ഈ സമൂഹത്തിൻ്റെ മധ്യത്തിൽ
കഴിഞ്ഞ 185 വർഷങ്ങളായി നിലകൊള്ളുമ്പോൾ ഒരു വിശ്വാസ സമൂഹമായി ഞങ്ങൾക്ക് വളരുന്നതിന് ഉതകുന്ന തരത്തിൽ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച സഭയുടെ പ്രാരംഭ കാലഘട്ടം മുതൽ ഇതുവരെ പ്രവർത്തിച്ച എല്ലാ പൂർവ്വപിതാക്കളെയും അവരുടെ നല്ല ജീവിതത്തെയും സേവനത്തെയും ഒക്കെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നന്ദിയോടെ ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്. സഭ ഒട്ടനവധി വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടതായി വന്നു, ഒട്ടനവധി പ്രതിസന്ധികൾ അതിജീവിക്കേണ്ടതായി വന്നു. അതൊക്കെയും നമ്മുടെ പൂർവ്വപിതാക്കളുടെ കഠിനമായ പ്രാർത്ഥനയും പരിശ്രമങ്ങളും ദൈവാശ്രയവുമാണ് ഈ കാണുന്ന തലത്തിൽ സഭ ഇന്ന് ഈ സമൂഹത്തിന്റെ മധ്യത്തിൽ നിലനിൽക്കുന്നതിന് കാരണമായി തീർന്നിരിക്കുന്നത്. അത് ഒരു പുതിയ തലമുറയ്ക്ക് മാർഗരേഖയായി തീരുന്നതിനാണ് ഈ ഡോക്യുമെന്ററി പ്രസിദ്ധീകരിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സഭ ഇന്ന് വളർച്ചയുടെ പന്ഥാവിലാണ്. ഭൗതികവും ആത്മീകവുമായ തലങ്ങളിൽ കാലാനുസൃതമായ നാഴികക്കല്ലുകൾ സഭ പിന്നിടുകയാണ്. സഭയുടെ പ്രാരംഭകാലം മുതൽ പൂർവികരുടെയും അവരുടെ പിൻതലമുറക്കാരുടെയും വിയർപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രതീകമാണ് തലയെടുപ്പോടെ നിൽക്കുന്ന നമ്മുടെ ദേവാലയം. തിരുപുറം ദേശത്തിന് അനുഗ്രഹത്തിന്റെ നിറവായി 550-ലധികം കുടുംബങ്ങളുമായി സഭ അതിന്റെ സാക്ഷ്യത്തിന്റെ നിറവിൽ മുന്നേറുകയാണ്. ദൈവം സഭാജനങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും പ്രതിഫലനങ്ങളായുള്ള സമർപ്പണങ്ങളാണ് ഇന്ന് കാണുന്ന സഭയുടെ ഭൗതിക വളർച്ചയുടെ അടിസ്ഥാനം. അതിനൂതനവും മികച്ചതുമായ രീതിയിൽ സഭയിലെ സൗണ്ട് സിസ്റ്റം ക്രമീകരിക്കുവാനും സഭയുടെ തുടർ വികസന പ്രവർത്തനങ്ങൾക്കായുള്ള ദീർഘവീക്ഷണത്തോടെ വസ്തു വാങ്ങാനും കഴിഞ്ഞത് അതിനുദാഹരണമാണ്. 2 നൂറ്റാണ്ടോളം പാരമ്പര്യമുള്ള തിരുപുറം സഭ പ്രൗഢിയോടെ അതിന്റെ പ്രയാണം തുടരുകയാണ്. രണ്ട് നൂറ്റാണ്ടോളം മുൻപ് തിരുപുറം എന്ന ഉൾഗ്രാമത്തിലെത്തിയ പ്രഥമ വൈദികൻ റവറൻഡ് ജോൺ കോക്സിൽ ആരംഭിക്കുന്നു ശുശ്രൂഷ മേഖല. ദൈവിക വചസ്സുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ധൈര്യം പകർന്ന് വഴിനടത്തിയ ധന്യ ശുശ്രൂഷകരുടെ ത്യാഗനിർഭരമായ സേവനങ്ങൾ എന്നും സ്മരിക്കപ്പെടും. തിരുപുറം വിശ്വാസ സമൂഹത്തിൻ്റെ സുഖദുഃഖങ്ങളിൽ പങ്കാളികളായി ദൈവത്തെ പ്രതി മനുഷ്യരോട് ചേർന്ന് നിന്ന എല്ലാ ശുശ്രൂഷകരുടെയും ഓർമ്മ വിശ്വാസ ഹൃദയങ്ങളിൽ ഇന്നും ദീപ്തമാണ്. പ്രസ്തുത ശുശ്രൂഷകരെ ഓർമ്മിക്കുകയാണിവിടെ. നമ്മെ നയിച്ച ശുശ്രൂഷകന്മാർ: അരുളാനന്ദ ഉപദേശി, ശ്രീ ഡി അലക്സാണ്ടർ സുവിശേഷകർ, ശ്രീ വൈ സാനന്ദം സുവിശേഷകർ, സുമനം സുവിശേഷകർ, റവറൻഡ് എം ഐസക്, ശ്രീ വി ഗബ്രിയേൽ സുവിശേഷകർ, ശ്രീ ദേവദാനം സുവിശേഷകർ, ശ്രീ എസ്ര ഹാരിസ് സുവിശേഷകർ, ശ്രീ അക്വിലാസ് സുവിശേഷകർ, റവറൻഡ് ദേവദാസൻ, ശ്രീ ശൈലം സുവിശേഷകർ, റവറൻഡ് നല്ലതമ്പി, ശ്രീ മോശ ഉപദേശി, ശ്രീ ഐഷ സുവിശേഷകർ, റവറൻഡ് എം ജോസഫ്, റവറൻഡ് ഇ ജോസഫ് ശൈലേയം, റവറൻഡ് ജെ വിൽസൺ, റവറൻഡ് ഡി കേസരി, റവറൻഡ് വി ഇ റസൽ, റവറൻഡ് എം ജി മാത്യു, റവറൻഡ് മോസസ് ഇസ്രായേൽ, റവറൻഡ് ആർ സ്വാമിദാസ്, റവറൻഡ് ജെ നെൽസൺ, റവറൻഡ് ജെ ഇബനീസർ, റവറൻഡ് ഡി കെ രാജയ്യ, റവറൻഡ് കെ ജി വർഗീസ്, റവറൻഡ് ബെൻ ഗ്ലാഡ്സ്റ്റൺ, റവറൻഡ് വിൽസൺ മോസസ്, റവറൻഡ് ഡി വിൽസൺ, റവറൻഡ് ജെ വത്സലം, റവറൻഡ് ടി എസ് ജയകുമാർ, റവറൻഡ് സാംജീസ്, റവറൻഡ് ഡോക്ടർ സി റോബിൻസൺ, റവറൻഡ് പി ജോൺ വില്യം രാജ്, റവറൻഡ് എം ജോൺ, റവറൻഡ് കെ പി മോഹൻദാസ്, റവറൻഡ് സി ആർ വിൻസെന്റ്. നമ്മെ നയിച്ച സഹശുശ്രൂഷകന്മാർ: റവറൻഡ് ആർ ജയരാജ്, റവറൻഡ് എസ് എം പ്രകാശ് ദാസ്, റവറൻഡ് എൻ അജി, റവറൻഡ് ആർ ഷിബു, റവറൻഡ് ഇ എസ് സജിപ്രസാദ്, റവറൻഡ് ബി റിജി. ദൈവിക ക്ഷണമില്ലാതെ ആർക്കും അവിടത്തെ സേവിക്കുവാനാകില്ല. അപ്രകാരം ശുശ്രൂഷകരോട് ചേർന്ന് നിന്ന് പ്രതിസന്ധികളിൽ പതറാതെയും ഉയർച്ചകളിൽ അഭിരമിക്കാതെയും സഭയെ നയിച്ചത്
കാലാകാലങ്ങളിലെ അൽമായ നേതൃത്വമാണ്. ധനവും മാനവും ജീവനും ദൈവനാമ മഹത്വത്തിനായി തിരുപുറം സഭയ്ക്കായി അധ്വാനിച്ച പ്രിയപ്പെട്ടവരെ അടയാളപ്പെടുത്തുകയാണിവിടെ. നിശബ്ദ സേവനത്തിൻ്റെ ബന്ധാവിലൂടെ ശുശ്രൂഷകരുടെ താങ്ങും തണലുമായിരുന്ന് സഭയെ പരിപാലിച്ചവരാണ് കാലാകാലങ്ങളിലെ കപ്പ്യാർമാർ. ഏറ്റവും ആദ്യം ദേവാലയത്തിൽ വരികയും ഏറ്റവും ഒടുവിലായി ആലയത്തിൽ നിന്ന് പോകുകയും ചെയ്യുന്ന കപ്പ്യാർമാർ ആലയങ്ങളുടെ ജീവനാഡികളുമാണ്. ഒരു ചെറുപുരയിൽ നിന്ന് ആരംഭിച്ച തിരുപുറം സഭ കാലങ്ങൾ താണ്ടി പല കെട്ടിടങ്ങൾ മാറി ഏറ്റവും ആധുനികമായി നിലനിൽക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ കപ്പ്യാർ ശുശ്രൂഷ ചെയ്ത പ്രിയപ്പെട്ടവരുടെ നിസ്വാർത്ഥ സേവനങ്ങളുണ്ട്. അവരെ അടയാളപ്പെടുത്തുകയാണിവിടെ. നടന്നു തീർത്ത വഴികളാണ് മുന്നിലേക്ക് നടക്കുവാനുള്ള പ്രേരകശക്തിയും ഊർജവും. പിന്നിട്ട പാതകളെ അടയാളപ്പെടുത്തുക എന്നത് നാം പുതുതലമുറയോട് പ്രകടിപ്പിക്കുന്ന നീതിയാണ്. 185 വർഷം പൂർത്തിയാക്കുന്ന കോക്സ് മെമ്മോറിയൽ CSI ഇടവക കമ്മിറ്റി സ്മൃതികിരണം എന്ന ഓർമ്മക്കുറിപ്പിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതും അതുതന്നെയാണ്. ചരിത്രത്തിൻ്റെ നാൾവഴികൾ, യാതനകൾ, ഉയർച്ച താഴ്ചകൾ അതറിയുന്ന ജനതയ്ക്ക് മാത്രമേ കാലാതിവർത്തിയായി നമ്മെ നിലനിർത്തിയ ദൈവസ്നേഹത്തിൻ്റെ ആഴവും പരപ്പും തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ചരിത്രത്തിൽ പ്രബുദ്ധരായ ഒരു കൂട്ടം വിശ്വാസികൾ ഈ പ്രയത്നത്താൽ രൂപപ്പെടുമെങ്കിൽ ഈ പ്രയത്നം സാർത്ഥകമായി. പൊള്ളുന്ന വെയിലിൽ മേഘസ്തംഭമായും അന്ധകാരത്തിൽ അഗ്നിത്തൂണായും ഈ മരുഭൂയാത്രയിൽ ഇതുവരെ നടത്തിയ
ഇന്നും നടത്തുന്ന കാൽവരിനാഥൻ്റെ കരുതലിൻ്റെ തണലിൽ നമുക്ക് നമ്മുടെ വിശ്വാസ യാത്ര തുടരാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോൺ കോക്സ് മിഷണറിയുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ തിരുപുറം ദേവാലയം ഇന്ന് 185 വർഷങ്ങൾ പിന്നിടുകയാണ്. അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസത്തിൽ ഊന്നിയ പ്രാർത്ഥനയും പ്രയത്നവുമാണ് ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന കോക്സ് മെമ്മോറിയൽ CSI തിരുപുറം ദേവാലയം. കോക്സ് മെമ്മോറിയൽ CSI തിരുപുറം സഭയുടെ 185 വർഷത്തെ ചരിത്രങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഡോക്യുമെൻ്ററി നിർമ്മിക്കുവാൻ സഭാ കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. സഭയിൽ നിന്ന് ലഭ്യമായ രേഖകൾ പരിശോധിച്ചും മുതിർന്ന വ്യക്തികളിൽ നിന്ന് ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിരിക്കുന്നത്. ഡോക്യുമെൻ്ററിക്ക് എനിക്ക് പിന്തുണ നൽകിയ സഭാ ശുശ്രൂഷകരായിരിക്കുന്ന റവറൻറ്റ് CR വിൻസെൻ്റ് അച്ഛൻ, റവറൻറ്റ് ES സജിപ്രസാദ് അച്ഛൻ, സഭാ സെക്രട്ടറി ശ്രീ പ്രദീപ് കെ സത്യരാജ് ഡീക്കൻ, സഭാ അക്കൗണ്ടൻറ്റ് EY പ്രശാന്ത് ഡീക്കൻ, മറ്റ് കമ്മിറ്റി മെമ്പേഴ്സ് എന്നിവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്യുമെൻ്ററിക്ക് ആവശ്യമായ രേഖകൾ ശേഖരിച്ചു തന്ന സഭാ ശബ്ദം ചീഫ് എഡിറ്ററായി പ്രവർത്തിക്കുന്ന ശ്രീ YL അഭിലാഷ്, മുൻ സഭാ അക്കൗണ്ടൻറ്റ് ശ്രീ K യേശുദാസൻ ഡീക്കൻ എന്നിവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റു വിവരങ്ങൾ നൽകി സഹായിച്ച മുൻ സഭാ സെക്രട്ടറിമാരായ ശ്രീ N ഗിൽബർട്ട് സാർ, ശ്രീ ചാറ്റ്ഫിറ്റ് സാർ എന്നിവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്യുമെൻ്ററിക്ക് ആവശ്യമായ സ്ക്രിപ്റ്റ് തയ്യാറാക്കി നൽകിയത് ആനി വിജയും ഇവാഞ്ചലിസ്റ്റ് ഡീപ്സനും ചേർന്നാണ്. ഇരുവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്യുമെൻ്ററിയുടെ പേര് നാമനിർദ്ദേശം ചെയ്തത് റവറൻറ്റ് ES സജിപ്രസാദ് അച്ഛനാണ്. അച്ഛനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വോയിസ് റെക്കോർഡ് ചെയ്തു നൽകിയ ശ്രീ അജിഫീൽ ഡീക്കൻ, സംഭാഷണം നൽകിയ റവറൻറ്റ് അനീഷ് ദാസ് അച്ഛൻ, വീഡിയോ റെക്കോർഡ് ചെയ്തു നൽകിയ ശ്രീ ഫ്രണൽ ജോസ് എന്നിവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റ് ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളിൽ എന്നോടൊപ്പം നിന്ന് സഹകരിച്ച ശ്രീ സുഗ്നസ് സാർ ഡീക്കൻ, സുജിൻ സാം, ആശിഷ് നബി, പ്രബിൻ, യവിൻ ഡാനിയേൽ, അരുൺ എവി എന്നിവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.